ഗൈസ് ശ്രദ്ധിച്ചു കേൾക്കുക, എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണേ. മമ്മൂനെ MRC പുറത്താക്കാനാണ് MRCന്റെ മാനേജ്മെന്റിന്റെ തീരുമാനം. മമ്മൂനെ MRC പുറത്താക്കാനാണ് തീരുമാനം. ഇതിന്റെ മാനേജ്മെന്റിന്റെ തീരുമാനം. സോറി, മാനേജ്മെന്റിന്റെ തീരുമാനം. കോളേജിൽ വല്ലതും ആണോ? അതിന് ഹോസ്റ്റൽ വല്ലതും ആണോ? മാനേജ്മെന്റിൽ ആരൊക്കെ ഉള്ളത്? MRC പുറത്താക്കാനാണ് MRCന്റെ മാനേജ്മെന്റിന്റെ തീരുമാനം. മാനേജ്മെന്റിന്റെ തീരുമാനം അന്തിമമായിരിക്കും. കാരണം ഇത് സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് തന്തയില്ലാത്തവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ന്യായം. തന്തയില്ലായ്മ തരം പറഞ്ഞതിന് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാങ്ങിൽ നിന്ന് മമ്മൂനെ പുറത്താക്കും. ഞാനൊരു അനിയനെ പോലെ തന്നെ കാണുന്നത്, പക്ഷെ മാനേജ്മെന്റിന്റെ തീരുമാനം. പിന്നെ തൊപ്പിയാവനെ ഒരു അനിയനായിട്ടാണ് കാണുന്നത്, പക്ഷെ മാനേജ്മെന്റിന്റെ തീരുമാനമാണ് ഇവിടെ പ്രശ്നമായിട്ട് കിടക്കുന്നത്. എല്ലാവർക്കും ഓരോ അഭിപ്രായം. ഇപ്പൊ ടീമിൽ തന്നെ ഒരാൾക്കും ഓരോ അഭിപ്രായം. ഇവര് വലിയൊരു ടീമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി ഫുട്ബോൾ ടീം വല്ലതും ആണോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീം വല്ലതും ആണോ എനിക്കറിയാൻ വയ്യ. ഇവരുടെ ഗ്യാങ്ങിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നാണ് അടുത്ത കാര്യം ഇനി ആലോചിക്കണം. അപ്പൊ ഞാൻ എന്തായാലും യൂട്യൂബിലൊരു വോട്ട് വെക്കുന്നുണ്ട്, ഒരു പോള് വെക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? യൂട്യൂബിൽ വോട്ട് വയ്ക്കുന്ന എലക്ഷൻ ആണോ? ഇതിന്റെ ഇടയ്ക്ക് യൂട്യൂബിൽ ഇലക്ഷനും തുടങ്ങിയ എന്തിനാ? ഇവനെ പുറത്താക്കണോ അല്ലെങ്കിൽ അകത്താക്കണോന്ന് ഇനി നമ്മൾ പറഞ്ഞു തരണം നിങ്ങൾക്ക്. എന്തൊക്കെയാണ് നടക്കുന്നേ? ഇനി അതിന്റെ അപരാധം കൂടെ നമ്മൾ കേൾക്കണം. വോട്ടിന്റെയും കൂടി റിസൾട്ട് നോക്കിയിട്ട് ചെയ്യാനാണ് എന്നോട് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വോട്ട് ഇട്ടിട്ട് അതിന് എണ്ണി അതിന്റെ റിസൾട്ടും കൂടെ വന്നിട്ടേ മമ്മൂനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. മാനേജ്മെന്റിന്റെ തീരുമാനം അന്തിമമായിരിക്കും. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? ഞാൻ ഒരിക്കലും ചെയ്തതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം കഷ്ടപ്പെട്ട് എങ്ങനെയും ഗ്യാങ്ങിന്റെ പേര് നല്ലതിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു. അതിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് സഹകരിക്കുക. അവന്റെ ഗ്യാങ്ങിന്റെ പേരൊന്ന് നിലനിർത്താൻ നിങ്ങളൊന്ന് സഹകരിക്കുക. എലക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഇലക്ഷനിന് വോട്ടർ ID, ആധാർ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക, നമുക്കത് ചെയ്യാം. ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ മമ്മൂന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മമ്മു വീണ്ടും സജീവമായിട്ട് ലൈവിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഓനക്ക് പറയാനുള്ളത് എന്താന്നും കൂടി നമുക്ക് വിളിച്ച കൊണ്ടുവന്നവനാ. അപ്പൊ മമ്മൂന്റെ ഒരു അഭിപ്രായം കൂടെ കേൾക്കാം. എനിക്ക് കേൾക്കണ്ട, ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമുള്ളവർ അത് കേൾക്കുക, എന്നിട്ട് വോട്ട് ചെയ്യുക. இதுல எதுல உண்மை?